ഇന്ന് ഞാൻ ഓരോ മണിക്കൂറിൽ ഓരോ ഭക്ഷണം വെച്ച് കഴിക്കാൻ പോണു കേട്ടാ. അപ്പോൾ എന്തൊക്കെ കഴിച്ചു എന്നറിയാൻ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു നോക്ക്. അങ്ങനെ ഞാൻ ഇപ്പോൾ രാവിലെ എണീച്ചതും ചായ കുടിച്ച് തുടങ്ങി. അങ്ങനെ ചായയും കുടിച്ച് കഴിഞ്ഞ് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം പറഞ്ഞ് ഞാൻ ഇപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കുളിച്ച് 7 മണിയായപ്പോൾ ഒരു പഴം തിന്നു കേട്ടാ. ഇന്നലെ അമ്മ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മാവും കൊണ്ട് ഇപ്പോൾ മുട്ട ദോശ ഉണ്ടാക്കി തിന്നാണ്. അങ്ങനെ ഇപ്പോൾ 9 മണിയായപ്പോൾ വീട്ടിൽ വെച്ച ചിക്കനും ചോറും തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും കഴിച്ച് അടുത്തത് എന്ത് തിന്നുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ 10 മണിയായപ്പോൾ വീട്ടിൽ അവിയലുണ്ടായിരുന്നു കേട്ടോ. ആ അവിയൽ തേങ്ങയും പാലൊക്കെ ഒഴിച്ചിട്ട് ഇപ്പൊ അത് തിന്നാണ്. ഇനി അടുത്തത് എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടേ പറഞ്ഞു ഇപ്പൊ റോട്ടിക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഒരു ബേക്കറി കയറിയിട്ട് ഒരു പപ്സും ഒരു ബർഗറും തിന്നാണ്. എന്നിട്ട് അത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 12 മണിയായപ്പോൾ ഉപ്പ് സോഡ കുടിക്കുകയാണ് കേട്ടോ. ഈ വെയിലത്ത് സോഡയും വെള്ളമൊന്നും കുടിക്കാണ്ടിരുന്നാൽ ശരിയാവില്ല, അത്രയ്ക്കും ചൂടുണ്ട് ഇവിടെ. അങ്ങനെ ഇപ്പൊ തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ചു നേരം ഫോൺ നോക്കുമ്പോഴേക്കും കൂട്ടുകാരെ വിളിച്ചിട്ട് അവന്റെ ഒപ്പം വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലം വരെ. അവന്റെ ഒപ്പം പോയതുകൊണ്ട് തന്നെ ഈ കണ്ടന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവൻ എനിക്ക് ബിരിയാണി വാങ്ങി തന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് ഞങ്ങളിപ്പോ തിരിച്ച് വീട്ടിൽ പോകും. അങ്ങനെ വീട്ടിൽ പോണ വഴിയിൽ ലൈസും വാങ്ങി അങ്ങനെ വീടെത്തിയിട്ട് കഴിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ തണ്ണിമത്തനും നാരങ്ങയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ 4:00 തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. കുറച്ചേരം കഴിഞ്ഞപ്പോൾ വീട്ടിലുണ്ടായിരുന്ന അമൃതം പൊടിയും കഴിച്ചു. അങ്ങനെ ഇപ്പൊ 6 മണിയായപ്പോൾ കൂട്ടുകാരൻ്റെ ഒപ്പം വന്നിട്ട് ഇപ്പൊ കാളം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവന് മുടിയും വെട്ടണം പറഞ്ഞ് മുടി വെട്ടാൻ നിൽക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ കുറച്ചേരം അവിടെ നിന്ന് അവന്റെ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ ഓരോ സോഡ കുടിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ തിരിച്ച് വീട്ടിൽ വന്ന് സോയാബീൻസും മുട്ടയും ചിക്കനും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇപ്പോൾ ചോറുണ്ടാണ്. ഇനി എന്തെങ്കിലും കഴിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീഡിയോ ഇതുവരെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.